ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചക്ക വെച്ചൊരു കുമ്പിളപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനും മകളും പേരൻസും എല്ലാം കൂടി വയണയില പിച്ചാൻ പോയിരിക്കുകയാണ്. വയണയിലൊക്കെ പിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതേസമയം തന്നെ നമുക്ക് ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കണമല്ലോ. ഈ പാത്രത്തിന് 1 കപ്പ് ശർക്കര ചിരണ്ടിയതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് ഗ്യാസ് ഒന്ന് കത്തിച്ചു. അത്രയും തന്നെ വെള്ളവും കൂടി എടുത്ത് നമുക്കതൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുക്കിയെടുത്തില്ലെങ്കിൽ അതിനകത്ത് മണ്ണൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കുമ്പിളപ്പത്തിനകത്ത് മണ്ണ് കടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശർക്കര ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. അതേസമയം തന്നെ ഞാനിവിടെ ഒരു 4 പിടി ചക്ക എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് ചെറിയ ചക്കച്ചോള ആയതുകൊണ്ട് ഞാൻ അതേപോലെ തന്നെ ഇട്ട് അരയ്ക്കുകയാണ്. വലുതാണെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തിട്ട് അരയ്ക്കണം. അപ്പം ഞാനൊന്ന് അരഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ടാണ് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തത്. അതൊന്ന് മാറ്റി വെക്കാം. അതേസമയം തന്നെ നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിച്ച് കൊടുത്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ചക്കയുടെ കൂട്ട് വഴറ്റാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച ചക്കയുടെ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. നല്ല അതിനകത്തെ വെള്ളമൊക്കെ ഒന്ന് നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ചേർത്തില്ല, ആ വെള്ളമൊക്കെ ഒന്ന് പോകത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റി കുറുക്കിയെടുക്കാം. നമുക്കത് കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അത് നന്നായി ഒന്ന് കുറുകി വരുന്ന കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് നേരത്തെ അരിച്ചു മാറ്റി വെച്ചത് ശർക്കര പാനിയും കൂടി ചേർത്ത് ഒന്നുകൂടി നമുക്ക് നന്നായിട്ട് അതിനെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പൊ നന്നായിട്ട് കുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കട്ടിയുള്ള പാത്രത്തിലാണെങ്കിൽ തുടരെ ഇളക്കണമെന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ. അത് കട്ടി കുറഞ്ഞ പാത്രമാണെങ്കിൽ തുടരെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതൊന്ന് ശരിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ഗ്യാസിലൊരു ഫ്രൈ പാൻ വെച്ച് 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്താണ് വറുത്തെടുക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. അപ്പൊ നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ടത് നമ്മുടെ ചക്കക്കൂട്ടിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. നെയ്യൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതേസമയം തന്നെ നമ്മുടെ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് 1/4 ടേബിൾ സ്പൂൺ നല്ല ജീരകവും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 2-3 ഏലക്കയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ആ പൊടിയും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഏലക്കയും നല്ല ജീരകവും ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. നമ്മൾ പഞ്ചസാര ഇട്ട് പൊടിക്കുന്നത് വെച്ചാൽ നല്ലതായിട്ട് പൊടിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ അത് വെച്ചിരിക്കുന്ന ചക്കക്കൂട്ടിലേക്ക് 1 പിടി തേങ്ങ തിരികിയതും കൂടി ഇട്ട് നന്നായിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അതിന് ശേഷം 1 കപ്പ് അരിപ്പൊടിയും കൂടി നമ്മൾ അതിലേക്ക് ചേർക്കുന്നു. നല്ല വറുത്ത അരിപ്പൊടിയാണ് അതുകൂടി ചേർക്കുന്നത്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കത്തില്ലേ, ആ അരിപ്പൊടിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇപ്പോഴും നമ്മുടെ ഗ്യാസിൽ തീ ഓഫ് ചെയ്തിട്ടില്ല. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഗ്യാസിന്റെ തീ ഓഫ് ചെയ്ത് അതവിടെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം നമ്മുടെ വയണയിലയിൽ നമുക്കൊന്ന് എണ്ണ തേച്ച് കൊടുക്കാം. ഈ രീതിയിൽ നമുക്കൊന്ന് എണ്ണ തേച്ച് കൊടുക്കാം. അതിനുശേഷം ഈ രീതിയിൽ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നു. ഇങ്ങനെ ഒന്ന് കുത്തിയെടുക്കാം. ഒരു കോൺ ഷേപ്പിൽ നമ്മൾ ഇങ്ങനെ കുത്തിയെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ എല്ലാ ഇലകളും ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് കുത്തിയെടുക്കാം. നമ്മൾ കുമ്പിളപ്പം എന്നല്ലേ പറഞ്ഞ, അപ്പൊ ആ ഒരു കുമ്പിളിന്റെ ഷേപ്പിൽ നമ്മൾ കുത്തിയെടുത്തിട്ടുണ്ടല്ല. അതിലേക്ക് നമ്മുടെ ചക്കക്കൂട്ടില്ലേ, ചക്കയും അരിപ്പൊടിയും എല്ലാം കൂടി നമ്മൾ ആ തേങ്ങാക്കൊത്ത് എല്ലാം കൂടി ഉള്ള കൂട്ടില്ലേ, അത് കുറേശ്ശെ നമ്മൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, ഇത് നമ്മൾ ചക്ക കുമ്പിളപ്പം ആയതുകൊണ്ട് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ചക്ക ആയതുകൊണ്ട് ചക്ക കൂടുതൽ എടുക്കണം, അരിപ്പൊടി കുറച്ച് എടുക്കണം. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യണം. കുമ്പിളപ്പം എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് നമ്മുടെ ഇഡലിത്തട്ടൊന്ന് വെച്ച് കൊടുക്കാം. നമ്മളിത് ആവിയിലായി പുഴുങ്ങുന്നതുകൊണ്ട് ഇഡലിത്തട്ടിൽ ആവശ്യത്തിന് വെള്ളം വെച്ച് ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മുടെ കുമ്പിളപ്പം ഓരോന്ന് എടുത്തു വെച്ചു. അടച്ചു കൊടുക്കുകയാണ്. ഒരു 10 മിനിറ്റ് അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് ടൈം കൊടുത്തു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തു. അതിനുശേഷം അത് തുറന്ന് നോക്കി
തുറന്ന് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ കുമ്പിളപ്പം വെന്തിട്ടുണ്ട്. അപ്പം നമുക്കതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ചക്ക ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്.